ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സുമനസ്സുകളുടെ ഈ കൂടിച്ചേരലിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സകലർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഇത് കൃഷിക്കാരുടെ ഒരു കൂടിച്ചേരലാണല്ലോ. അതുകൊണ്ട് ഒരു കൃഷിപ്പാട്ടിൻ്റെ കുറച്ച് വരികൾ മുഴുവൻ ചൊല്ലാൻ സമയമില്ല. നമ്മൾ 1 മണിക്കൂർ വൈകിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൃഷിപ്പാട്ടിൻ്റെ 4 വരികൾ പാടിയിട്ട് ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിലേക്ക് സ്വാഗതം പറയാൻ അതിലേക്ക് കടക്കുകയാണ്. രാരീരം രാരീരം രാരീരാരോ, രാരീരം രാരീരം രാരീരാരോ, രാരീരം രാരീരം രാരീരാരോ, രാരീരം രാരീരം രാരീരാരോ, രാരീരം രാരീരം രാരീരാരോ. പൊന്നുരുളി മേലെ പൊന്തി വന്നേ, പുഞ്ചപ്പാടം നീളെ വെയിലും വന്നേ, കെട്ടുതാലി മെല്ലെ നെഞ്ചിൽ മിന്നി, കൊട്ടിപ്പാടിട്ടേറെ ചോടും വച്ചേ, കണ്ടത്തിലിറക്കിയ കന്നുകെട്ടി, പണ്ടത്തെ കലപ്പയിൽ മണ്ണിളക്കി, ചാലിട്ടുമേലെ തെളിനീർ വന്നേ, പൊന്നുരുളി മേലെ പൊന്തി വന്നേ, പുഞ്ചപ്പാടം നീളെ വെയിലും വന്നേ, കെട്ടുതാലി മെല്ലെ നെഞ്ചിൽ മിന്നി, കൊട്ടിപ്പാടിട്ടേറെ ചോടും വച്ചേ, കണ്ടത്തിലിറക്കിയ കന്നുകെട്ടി, പണ്ടത്തെ കലപ്പയിൽ മണ്ണിളക്കി, ചാലിട്ട് മേലെ തെളിനീർ വന്നേ, രണ്ടെന്ന ഭാവന കാവേറുന്നേ, ചെണ്ടനാദം കുഴലും കേൾക്കുന്നുണ്ടേ, കണ്ടം മാമൻ കുഞ്ഞികളെ തോളിലേറ്റി, തണ്ടും മുണ്ടും താളമൊത്ത് കളി കളിച്ചേ, പട്ടുടുത്ത് തുള്ളി വന്ന കോമരവും പച്ചപ്പന്തൽ കോലമൊത്ത് ചുറ്റി വന്നേ, നാട്ടാർക്കീ വേള സന്തോഷമഴയായി, നമ്മൾക്കീ വേള സന്തോഷമഴയായി, പൊന്നുരുളി മേലെ പൊന്തി വന്നേ, പുഞ്ചപ്പാടം നീളെ വെയിലും വന്നേ, കെട്ടുതാലി മെല്ലെ നെഞ്ചിൽ മിന്നി, കൊട്ടിപ്പാടിട്ടേറെ ചോടും വച്ചേ, കണ്ടത്തിലിറക്കിയ കന്നുകെട്ടി, പണ്ടത്തെ കലപ്പയിൽ മണ്ണിളക്കി, ചാലിട്ടുമേലെ തെളിനീർ വന്നേ, രാരീരം രാരീരം രാരീരാരോ, 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 രാരീരം രാരീരം രാരീരാരോ. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ജൈവ കർഷകരുടെ ഒരു കൂടിച്ചേരലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വാർഷിക സമ്മേളനം 32ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം തന്നെ ജൈവ കൃഷിയിലൂടെ ജൈവ ജീവിതത്തിലേക്ക് എന്നാണ്. ജൈവ കൃഷിയിലൂടെ ജൈവ ജീവിതത്തിലേക്ക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതൊരു സൂചനയുണ്ട്. ഈ ജൈവ കൃഷിക്ക് തനിച്ചായിട്ടൊരു നിലനിൽപ്പില്ല എന്നുള്ളത്. ജൈവ കൃഷി എന്ന് പറയുന്നൊരു സാധനം എത്തിപ്പെടേണ്ടത് ജൈവ ജീവിതത്തിലേക്കാണ്. അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടാവേണ്ട ഒരു ബോധമാണ് ഇത് കൃഷിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ചുറ്റും നടക്കുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ, വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങളിൽ, ഭക്ഷണത്തെ സംബന്ധിച്ച പരിമിതികളും അതിൻ്റെ കാര്യങ്ങൾ, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലേക്കൊക്കെ വ്യാപിക്കേണ്ട ഒരു മേഖലയാണ്. അതിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരുപക്ഷെ നമ്മൾ കൃഷി മാത്രം ചെയ്യുന്നവർക്ക് ഈ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. ജൈവ കൃഷി എന്ന് പറയുന്നത് ഒരു ആത്യന്തിക ലക്ഷ്യമല്ല എന്നതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജൈവ കൃഷിയിലൂടെ നമ്മൾ എത്തേണ്ടത് ജൈവ ജീവിതത്തിലേക്കാണ്. അതെത്തണമെങ്കിൽ ആ ഒരു തിരിച്ചറിവുള്ളവർ തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു തിരിച്ചറിവുള്ളവർ, നമ്മുടെ യൂസഫ് അലി കേച്ചേരി ഒരു കവിതയിൽ സൂചിപ്പിച്ചതുപോലെ, മരപ്പാവകളായി മാറിയ നരർക്കെഴും മരവിപ്പിനെ ആന്തരോഷ്മാവാൽ ഉരുക്കുമ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്. മരപ്പാവകളായി മാറിയ നരർക്കെഴും മരവിപ്പിനെ ആന്തരോഷ്മാവാൽ ഉരുക്കുമ്പോൾ. സത്യത്തിൽ നമ്മുടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ, ജൈവ കൃഷിക്കാരുടെ മാത്രമല്ല ഞാൻ പറയുന്നത്, പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഭക്ഷണ സംബന്ധമായ പ്രശ്നങ്ങളിൽ, ഇതിലൊക്കെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നവർ, നമുക്കറിയാം നമ്മൾ വിജയിക്കാൻ വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ തോൽക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള എന്താ പറയുക പിന്നെ പ്രതിഷേധം കലയടിക്കുന്നുണ്ടാവും. അത്തരത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ യൂസഫ് അലി കേച്ചേരി സൂചിപ്പിച്ചതുപോലെ ആ ആന്തരോഷ്മാവിൽ, നമ്മുടെ ആന്തരോഷ്മാവിൽ ഈ ഉരുകണം ഈ പ്രശ്നങ്ങളിലൊക്കെ. അങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണം. ഓക്കെ തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ ഞാൻ അതിൽ കൂടുതലേക്ക് സമയം പാലിക്കാൻ നിർദ്ദേശം വന്നുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കിടക്കട്ടെ. ഈ പാനൽ ചർച്ചയിൽ മോഡറേറ്ററായിട്ട് ശ്രീ ഇല്യാസ്, അദ്ദേഹത്തിൻ്റെ ചുമതല നിറവേറ്റുന്നതാണ്. ശിവരാം സാറിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല, അസുഖം കാരണം. പിന്നീട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് ജൈവ കൃഷിയിലെ അനുഭവങ്ങൾ നമ്മളോട് വിവരിക്കുന്നത് ശ്രീമതി എം പവിത്ര, സലിം അലി ഫൗണ്ടേഷൻ്റെ ഒരു പ്രധാന പ്രവർത്തകയും തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ആ പ്രദേശത്ത് ഉള്ള കാർഷിക ജൈവ കൃഷി സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നേതൃത്വം കൊടുത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ശ്രീമതി എം പവിത്ര, അതുപോലെ തന്നെ പങ്കെടുത്ത് സംസാരിക്കുന്ന മറ്റൊരു വ്യക്തി ശ്രീ അന്നു സണ്ണി. ഞാനിവരെ നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ തപ്പുന്നത്. ശ്രീമതി അന്നു സണ്ണി, അവർ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ തേയില കൃഷിയും അതുപോലെ തന്നെ ഏലത്തിൻ്റെ കൃഷിയിലൊക്കെ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആ പ്രദേശത്തെ കർഷകർക്കൊക്കെ മാതൃകാപരമായി നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെയും അതുപോലെ തന്നെ പങ്കെടുത്ത് സംസാരിക്കുന്ന മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് കർഷകശ്രീ പുരസ്കാര ജേതാവായ കോഴിക്കോട്, നമ്മുടെ ജൈവ കർഷക സമിതിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ രാധാകൃഷ്ണൻ കണ്ണമ്പ്ര. അദ്ദേഹത്തെയും ഈ മലപ്പുറം ആതിഥേയ ജില്ല എന്ന നിലയിൽ മലപ്പുറം ഇതിൽ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ പി വി കൃഷ്ണൻകുട്ടിയെയും, അദ്ദേഹം സ്റ്റേജിൽ വന്നിട്ടില്ല, ഇവിടെ പരിസരത്തുണ്ട്, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ പി വി കൃഷ്ണൻകുട്ടിയെയും മലപ്പുറം ജില്ലാ ജൈവ കർഷക സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും, ആതിഥേയ ജില്ലയാണ് മലപ്പുറം ജില്ല, അതുപോലെ തന്നെ പൊന്നാനി താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് 32ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിന് വേണ്ടിയും വളരെ ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കാൻ ശ്രീ ഇല്യാസിനെ ക്ഷണിച്ചുകൊണ്ട്, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന വൈലോപ്പിള്ളിയുടെ വരികൾ ഓർമ്മിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരാമർശിച്ച എല്ലാ ബഹുമാന്യ വ്യക്തികളെയും നമ്മുടെ ഈ കൂടിച്ചേരലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. നമ്മളിതൊരു പാനൽ ചർച്ച പോലെയാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഇന്നിരിക്കുന്ന ആളുകൾ അവർ 10 മിനിറ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ഒരു ഡിസ്കഷൻ രീതിയിലാണ് നമ്മൾ ഈ ചർച്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചെറുപ്പക്കാർ അതുപോലെ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വളരെ വരുന്നത് കുറവാണ്. അപ്പോൾ ആ മേഖലയിൽ വളരെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന 2 വ്യക്തികളുണ്ട്. അതോടൊപ്പം വളരെ കാലങ്ങളായിട്ട് ജൈവകൃഷി ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ജൈവകൃഷി ചെയ്യുന്ന നമ്മുടെ ജൈവ കർഷക സമിതിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റുമായിട്ടുള്ള പത്മനാഭൻ കണ്ണമ്പ്രത്ത്. ആദ്യത്തേത് പവിത്ര പരിചയപ്പെടുത്തിയ പോലെ തന്നെ സലീം അലി ഫൗണ്ടേഷൻ മാത്രമല്ല, സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. 20 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന പവിത്രയും റിനാസും ഒരുമിച്ച് തരിശ് കിടക്കുന്ന പാടങ്ങൾ കൃഷി ചെയ്യുന്നത്. അതിലൂടെ അവർ നേരിടുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ഇവിടെ പങ്കുവയ്ക്കും. അന്നു സണ്ണി നമുക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. അവർ ഗ്രാമ്യ എന്ന് പറഞ്ഞിട്ട് ഇടുക്കിയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു തേയിലത്തോട്ടമുണ്ട്. അവിടെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. കാർഡമം തേയില, അതായത് ഏലവും തേയിലൊക്കെ വളരെ അപൂർവമായിട്ട് ജൈവകൃഷി ചെയ്യുന്ന രീതി, വളരെ കുറച്ച് കർഷകരുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട് ആ രീതിയിലേക്ക് മാറി അത് വിജയിപ്പിച്ചെടുക്കുകയും ആ സംരംഭം കുറേയും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അന്നു സണ്ണി ചെയ്യുന്നത്. പത്മനാഭൻ കണ്ണമ്പ്രത്ത് നമുക്കറിയാം, കഴിഞ്ഞ മാസം നമുക്ക് ഏറ്റവും നല്ല മികച്ച ജൈവ കർഷകനുള്ള കോഴിക്കോട് ജില്ലയിലെ അക്ഷയശ്രീ അവാർഡ് കിട്ടിയ ആളും കൂടിയാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും നമുക്കിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അതുകൊണ്ട് 10 മിനിറ്റ് നേരം അവർ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ പറയും. അതിനുശേഷം ഒരു പാനൽ ഡിസ്കഷൻ. അപ്പം അത് നടത്താൻ വേണ്ടി ആദ്യമായിട്ട് പവിത്രയെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ ഇലിയാസ് ഏട്ടനും ജൈവകർഷക സമിതിയോട് നന്ദി പറയാണ് എനിക്കിങ്ങനൊരു ചാൻസ് തന്നതിന്. ഞാൻ എങ്ങനെയാണ് ജൈവകൃഷിയിലോട്ട് വന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ജൈവകൃഷിയിലോട്ട് വരാനുണ്ടായ ഒരു പ്രചോദനം എന്ന്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഒരു നന്മ ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്കത് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നത്, നമ്മൾ ആ ചാൻസ് കിട്ടുമ്പോൾ നമ്മളതിനെ പിടിക്കും. അങ്ങനെയാണ് എനിക്ക് ശരിക്കും ഞാൻ ഈ ജൈവകൃഷിയിലോട്ടേക്ക് വരാൻ ഉണ്ടായ അനുഭവം. അപ്പോൾ ഞാൻ ഗാന്ധിയൻ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് ഈ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റി കുറച്ച് കൂടുതൽ അറിയുകയും അത് ചെയ്ത് പരിചയമുള്ള ആളുകളുടെ കൂടെ എനിക്ക് സംവദിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ തലയിൽ കയറിയൊരു സംഭവമായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ പക്ഷേ എല്ലാ വീടുകളിൽ നിന്നും കുട്ടികൾ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. പഠിച്ച് അവർ ജോലി ചെയ്ത് നല്ല വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരണം, വീടെടുക്കണം, കാറ് വാങ്ങണം, അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ പഠിച്ചു. MBA കഴിഞ്ഞു. ജോലി ആദ്യം ബാംഗ്ലൂരിൽ ജോലി ചെയ്തു. പക്ഷെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സ്ട്രെസ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്തുള്ള ബാംഗ്ലൂരിലത്തെ വെള്ളം പോലെ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് കുടിക്കാൻ നല്ല മാന്യമായിട്ടുള്ള വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുംബൈയിൽ ജോലി കിട്ടി. കല്യാണം കഴിഞ്ഞ് മുംബൈയിൽ പോയി അവിടെ ജോലി കിട്ടിയ സമയത്താണ് വെള്ളമായിട്ട് എനിക്ക് അത്ര വലിയൊരു എന്താ പറയുക ബോണ്ടിങ് ശരിയാവുന്നില്ല. കാരണം ക്ലോറിൻ വെള്ളമാണ്. പക്ഷെ മാക്സിമം ഞാൻ ആ വെള്ളത്തിന് ഫിൽറ്റർ ചെയ്ത് മൺപാത്രമൊക്കെ വാങ്ങി ഫിൽറ്റർ ചെയ്തിട്ടായിരുന്നു കുടിക്കുക. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ, AC-യിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനോട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ചാൻസിന് വേണ്ടി കേരളത്തിൽ തന്നെ വന്ന് എങ്ങനെ ഞാൻ ജോലി എനിക്ക് കിട്ടും എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ തന്നെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത് ഡോക്ടർ VS വിജയൻ, ബയോഡൈവേഴ്സിറ്റി ചെയർമാനായിരുന്ന ഡോക്ടർ VS വിജയൻ സാറിൻ്റെ സാലിം അലി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിലേക്ക് വേണ്ടി ഒരു കോർഡിനേറ്റർ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു എൻ്റെ അടുത്ത് വലിയൊരു സാലറി ഒന്നും ഞാൻ നിനക്ക് തരാൻ ഉണ്ടാവില്ല, അപ്പം മിനിമം സാലറി എന്നുള്ളൊരു രീതിയിലാണ്, നിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ് അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് 20,000 രൂപയിൽ, അത് തന്നെ എനിക്ക് എൻ്റെ ചെലവും കാര്യങ്ങളും ഉള്ളൊരു രീതിയിലേക്ക് എനിക്ക് 20,000 രൂപ തന്നാൽ മതി സാറ് എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞു എന്നാൽ വണ്ടി കയറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി കയറി തൃശ്ശൂരെത്തി. അപ്പം ഞാൻ കൃഷിനെ പറ്റി വലിയ ബാലപാഠങ്ങളൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ഗാന്ധിഗ്രാമിൽ ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് സേവാഗ്രാമിൽ അവിടെ നിന്ന് ഞാൻ കണ്ടൊരു കാര്യം, കൃഷി ചെയ്യുമ്പം അവിടെ ആ ചേട്ടൻ, ഞങ്ങൾ നടുവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും അവർ അവിടെ വരെ യൂസ് ചെയ്തിരുന്നത് കെമിക്കൽസാണ്. യൂറിയ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് എന്ത് കെമിക്കലാണെന്നോ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇലിയാസേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൈവകൃഷിയിലേക്ക് വരാനുള്ളൊരു മോട്ടിവേഷൻ, പ്രചോദനം.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സലിമലി ഫൗണ്ടേഷനിൽ വന്ന് ഞാൻ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോർഡിനേറ്ററായിട്ട് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ മൊത്തം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇലിയാസേട്ടൻ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന 2 വർഷമായിട്ട് ഇലിയാസേട്ടൻ ഓൾറെഡി അവിടെ ഉള്ളതാണ്, ആളുകളെ അറിയാം, സ്ഥലങ്ങളെ അറിയാം. അങ്ങനെ ഞങ്ങൾ ഇലിയാസേട്ടൻ നെൽകൃഷി ചെയ്യുന്നത് കണ്ടു, പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്നത് കണ്ടു. അതൊക്കെ സക്സസ് ആയിട്ട് കാണിച്ചു കൊടുത്ത ഒരാളാണ് ഇലിയാസേട്ടൻ. അപ്പോൾ ഇലിയാസേട്ടൻ്റെ കൂടെ ഇടപഴകുമ്പോഴാണ് മനസ്സിലായത് നമുക്കും കൃഷിയിലോട്ടൊക്കെ ഇറങ്ങാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയും ഇതുവരെ കൃഷിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാൻ കൃഷിയിലോട്ടൊക്കെ ഇറങ്ങുകയും ചെയ്തത്. കൃഷിയിലിറങ്ങുമ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഇതുവരെ ചളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട്, അതായത് എൻ്റെ നാട്ടിൽ ഞാൻ കണ്ണൂരുകാരിയായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ ആരും വയലിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു ജീവിച്ചത്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ആദ്യം നമ്മൾ മണ്ണിൽ ഇറങ്ങുമ്പോൾ അവിടെ എന്താണ് എങ്ങനെയാണ് ഒന്നും നമുക്കറിയത്തില്ല അല്ലേ. എല്ലാ യുവാക്കൾക്കും ഉണ്ടാകുന്ന ഒരു പേടിയും ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഇലിയാസേട്ടൻ കൃഷി ചെയ്തതിന് ശേഷം ആദ്യം വിരിപ്പ് കൃഷി ഇലിയാസേട്ടൻ ചെയ്തു തവളക്കണ്ണൻ. അത് ചെയ്തതിന് ശേഷമാണ് 1 വർഷം ഏകദേശം ആകുമ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലൊരു നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരീന്ന് വിളിച്ച് പറയുകയും ആള് കുറേ ആലോചിച്ച് ഒരുപാട് ആലോചിച്ച് തിരിച്ച് വരണം. ആൾ മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു. ആൾ വരണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്ന് അവസാനം ഇലിയാസേട്ടൻ്റെ പ്രചോദനവും എൻ്റെ പ്രചോദനവും എല്ലാം കൂടി ആയ ആൾ നാട്ടോട്ട് വന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് 2 പേർക്കും ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല. അപ്പം കൃഷി ചെയ്യണമെങ്കിൽ സ്ഥലം വേണമായിരുന്നു. അങ്ങനെ ഇലിയാസേട്ടനും ഞാനും ഷമികയും റിനാസും കൂടെ ആദ്യമായിട്ട് ഞങ്ങൾ 15 ഏക്കർ പാടം, തരിശിരുന്ന പാടം നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി എടുത്തു. പക്ഷെ അതിൻ്റെ ഓണർമാരാരും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഓണർമാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വലിയൊരു മത്സരമായിരുന്നു. അപ്പോൾ അത് വില്ലേജ് ഓഫീസിൽ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ കുറേ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു 15 ഏക്കറിൻ്റെ സമ്മതം നമ്മൾ വാങ്ങി. അങ്ങനെ 15 ഏക്കറിൽ നെൽകൃഷി ചെയ്തു. ആദ്യത്തെ തവണ ഞങ്ങളുടെ അടുത്ത് നിന്ന് സീഡ് അതോറിറ്റി വിത്തെടുത്തു. ആ വിത്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് 50 ഏക്കറിൽ നെൽകൃഷി ചെയ്യിപ്പിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി വരുന്ന നെല്ല് എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു. ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ, ഇപ്പം യുവാക്കളായിട്ടുള്ള കർഷകർ നമ്മൾ മുന്നോട്ട് വരാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എൻ്റെ അനുഭവത്തിൽ പറയാം, ആളുകൾ മുന്നോട്ട് ഇറങ്ങി വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് മുന്നേ എനിക്കറിയുന്ന യുവാക്കൾ. പക്ഷെ അവരൊന്നും ഒരു ഘട്ടത്തിലെത്തുമ്പം സാമ്പത്തിക പരാധീനതകൾ മൂലം അവരൊക്കെ തിരിച്ച് അവരവരുടെ ജോലിയിലോട്ട് തന്നെ തിരിച്ചു പോവുക ചെയ്തു. അപ്പം ഞാനും അങ്ങനെ തന്നെ തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അതിന് തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ അരി, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അരി 28 രൂപക്ക് സപ്ലൈകോന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 30,000 രൂപ വരും 1 സെൻറ്റ് 1 ഏക്കർ നമ്മൾ കൃഷി ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ്. പക്ഷെ നമ്മൾ സപ്ലൈകോ തരുന്നത് 28 രൂപയാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടൻ നെൽവിത്തിനങ്ങൾ മാത്രമാണ്. നാടൻ നെൽവിത്ത് കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, മാക്സിമം നമ്മൾ എത്ര വളം നന്നായിട്ട് ചെയ്തിട്ട് കൃഷി ചെയ്താലും 1500 കിലോയിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പം നമുക്ക് അധികവും കിട്ടുക 800 കിലോ അല്ലെങ്കിൽ 1000, 1200 മാക്സിമം അത്രേ കിട്ടാറുള്ളൂ. അപ്പം ഞങ്ങൾ ഈ കിട്ടുന്ന നെല്ല് നമ്മൾ 1000 കിലോ ആണെങ്കിൽ 28 രൂപയ്ക്ക് സപ്ലൈക്ക് കൊടുക്കണം. 25 ഏക്കർ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആകെ 25,000 കിലോ അരി നമ്മൾ നെല്ല് കിട്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7 ലക്ഷം രൂപയോളായിരിക്കും. ഈ 7 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപ നമ്മൾ പാട്ടത്തിന് തന്നെ കൊടുക്കണം. കൃഷിയുടെ ചിലവ് എത്ര വരും? 30,000 രൂപ ചിലവ് വരുവാണെങ്കിൽ എത്രയായി? 6 ലക്ഷം രൂപ നമ്മൾ ചിലവിടും. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് ഞങ്ങൾ അരിയാക്കി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. പക്ഷേ ആ തീരുമാനം എനിക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ഈ അരി വാങ്ങാനായിട്ടും കഴിക്കാനായിട്ടും ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്ക് ഒരുപാട് കോളുകൾ ഇപ്പോഴും അരി വാങ്ങാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സാഹചര്യം അവർക്ക് കറക്റ്റ് ടൈമിന് കൊടുക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം യുവാക്കളായിട്ടുള്ള കർഷകർ വരുമ്പം ഒന്നുകിൽ ഇപ്പം എനിക്കറിയാം ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരുപാട് പേര്, ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, എങ്കിലും അവർക്ക് കൃഷി ചെയ്യാൻ പറ്റൂലെങ്കിലും അവരുടെ സ്ഥലം കൃഷി ചെയ്യാൻ യുവാക്കൾക്ക് കൊടുക്കണില്ല. ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. ഒന്നുകിൽ കൃഷിഭവൻകാർ ഈ കൃഷി ചെയ്യാൻ വേണ്ടി വരുന്ന യുവാക്കൾക്ക് സ്ഥലങ്ങളുള്ളവരുടെ നിന്ന് സ്ഥലങ്ങൾ വാങ്ങിക്കൊടുക്കുക. അത് പഞ്ചായത്തും കൃഷിഭവനും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് അവർ ചെയ്യില്ല. ഇത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കാല് പിടിച്ച് നമ്മൾ ഒരു നെൽകൃഷി ചെയ്യാണ്. പക്ഷേ ഈ ജൈവ കൃഷി ചെയ്യുമ്പോൾ നെൽകൃഷിയിൽ വിജയം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. കാരണം ഞങ്ങൾ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. 1 ഏക്കറിൽ മാത്രം നന്നായിട്ട് വളം ചെയ്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് 1500 കിലോ കിട്ടിയാലും അത് ലാഭമാണ്. പക്ഷേ ആ ഒരു പ്രോസസ്സ്, അതായത് ഇതുവരെ നമുക്ക് യുവാക്കളെ എത്തിക്കാനുള്ളൊരു പാടുണ്ട്, അവരെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ പച്ചക്കറി കൃഷിയും പൊട്ടുവെള്ളരിയും തണ്ണിമത്തനൊക്കെ ചെയ്യുന്ന ശ്യാം മോഹൻ,
അവന് കൃഷി ചെയ്യാൻ സ്ഥലമില്ല. അവന് 25,000 രൂപ 50,000 രൂപയാണ് ഒരു ഏക്കറിന് അവനോട് സ്ഥലത്തിന് അവർ ചോദിക്കുന്നത്. ഈ 50,000 രൂപ ഈ യുവാവായ ഒരു കർഷകൻ ലീസിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അതിൻ്റെ അകത്ത് നിന്ന് എത്ര രൂപക്കുള്ള പ്രൊഡ്യൂസ് ഉണ്ടാക്കും? അവൻ എന്ത് ചെയ്യും? എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് അവൻ്റെ ആ ഒരു വിഷമം അവൻ പറയുമ്പോഴാണ്. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ വെറുതെ ആളുകൾ തരിച്ചിട്ട് കഴിഞ്ഞാലും മറ്റുള്ളവർ നന്നാവാൻ വേണ്ടി കൊടുക്കരുത് എന്നുള്ളൊരു മനോബോധം ഉള്ളിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാവരും പെരുമാറുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ ഞാൻ പറയാം, എൻ്റെ അച്ഛന്മാരുടെ അല്ലെങ്കിൽ ആ ഒരു തലമുറ, അപ്പൂപ്പന്മാരായാലും ശരി അച്ഛന്മാരായാലും അവരുടെ തലമുറ നന്നായാൽ മാത്രമേ ഈ യുവാക്കളുടെ തലമുറ നന്നാവുള്ളൂ. അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടം അവരുടെ ബാക്കിലുണ്ടാവണം സപ്പോർട്ടായിട്ട്. ഇപ്പം എനിക്ക് സലിം അലി ഫൗണ്ടേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചിലവുകളൊക്കെ ചിലപ്പോൾ എൻ്റെ കൃഷിയിൽ നിന്ന് നേടാൻ പറ്റും. പക്ഷേ എൻ്റെ കുടുംബത്തിലേക്കുള്ള എക്സ്പെൻസ്, എൻ്റെ കുടുംബത്തിനെ നോക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു വീട് വെക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു കാറ് വാങ്ങണമെന്ന് വിചാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധ്യപ്പെടുന്നില്ല. ഒന്നാമത് നെൽകൃഷി മാത്രം ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴും നോക്കിയൊരു കാര്യം, നമ്മൾ ഈ ലീസ് എമൗണ്ട് കൊടുക്കാതെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 1.5 ലക്ഷം രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടും. പക്ഷേ അത് അങ്ങനൊരു സംവിധാനം നമുക്ക് കിട്ടുന്നില്ല. പിന്നെയുള്ളത്, നമ്മൾ ഉണ്ടാക്കുന്ന ഇത്രയും നെല്ല് നമ്മളിപ്പോൾ 25 ഏക്കറിൽ നെൽകൃഷി ചെയ്യുമ്പോൾ നമ്മളത് എവിടെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സംവിധാനമില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ തന്നെയാണ് ഞങ്ങൾ ഈ നെല്ല് മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന പാമ്പിൻ്റെ ശല്യം, അതിൻ്റെ അകത്ത് വരുന്ന എലിയുടെ ശല്യം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് മാറി വേറൊരു വീടെടുത്ത് നമ്മൾ താമസിക്കാനാണെങ്കിൽ അതിനുള്ളൊരു ഇൻകം നമുക്കില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. പക്ഷെ അത് കൂടുതൽ സംസാരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, നല്ലൊരു വരുമാനം കിട്ടി ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ ആ ജോലി വിട്ടിട്ട് വേറൊരു ഇതിലേക്ക് വരികയും തൻ്റെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുകയും അവർ വീട് വെക്കുകയും കാറ് വെക്കുകയും എല്ലാം ചെയ്യുമ്പം, കാറ് വാങ്ങുകയും ചെയ്യുമ്പോൾ നമുക്കതൊരു ഞാനൊന്നും ആയിട്ടില്ല, ഞാനിപ്പോൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉള്ളിൽ വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊടുക്കുന്നത്, നമ്മൾ മെൻ്റലി സപ്പോർട്ട് ചെയ്യണം, മോറലി സപ്പോർട്ട് ചെയ്യണം, ഫിനാൻഷ്യലി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഒരു കൃഷിക്കാരൻ, ഒരു യൂത്ത് പുറത്തേക്ക് വരികയാണെങ്കിൽ, അവൻ കൃഷി ചെയ്യാൻ വരികയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ, സപ്പോർട്ട് ചെയ്യാനില്ല, ആരും സപ്പോർട്ട് ചെയ്യില്ല, വീട്ടിലാരും സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ സമൂഹമാണെങ്കിലോ, എന്തിനാണ് നിങ്ങൾ ജോലി വിട്ടിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് വന്നത്? നമ്മളെ കഷ്ടപ്പാട് അവർ വന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ പറയുന്ന കർഷകർ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്, ആർക്ക് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ എൻ്റെ ഉത്തരം എന്ന് പറയണത്, എനിക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഇപ്പം ആർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്, ആരെയും ഞാൻ ദ്രോഹിക്കുന്നില്ല. ഒരു കർഷകരുടെ മക്കളും, സത്യം പറഞ്ഞാൽ ഒരു കർഷകരുടെ മക്കളും കുറ്റവാളികളാവുന്നില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അത് ഞാൻ പൂർണ്ണമായിട്ടും ഒരു വിഷവും ഇല്ല എന്ന ബോധ്യത്തോടു കൂടി എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് സമൂഹത്തിനും കൊടുക്കാൻ പറ്റുന്നുണ്ട്, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊരു LP സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് അരി കൊടുക്കുന്നത് നമ്മുടെ അരിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം അതിനുള്ള ഫണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രോഗമില്ലാത്തൊരു ജനതയെ സൃഷ്ടിക്കണം എന്നുള്ളത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം. കാരണം അവർ നമ്മൾ സൃഷ്ടിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവർ നന്നാവണമെങ്കിൽ അവർ വിചാരിക്കണം. പക്ഷേ പ്രകൃതി നന്നാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരിക. ഒരുപാട് അസുഖങ്ങൾ ഈ പറയുന്ന എനക്കും വരാം, എല്ലാവർക്കും വരാം. അപ്പോൾ അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കൃഷി തുടരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട്, അതായത് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് കൃഷി എന്ന് പറയുന്നത് നഷ്ടമല്ല. ഞാനൊരു സർവേ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സർവേയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ജൈവ കൃഷി 100% സക്സസ് ആണെന്നുള്ളതാണ്. ഞാൻ അന്നു സണ്ണി. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ നിന്ന് ഇവിടെ പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇടുക്കിയിൽ ഞങ്ങൾ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കാടമം ഹിൽസ് റീജിയനാണ്. ഏറ്റവും കൂടുതൽ വിഷം വിൽക്കുന്ന സ്ഥലവും ഏറ്റവും കൂടുതൽ വിഷം വിൽപ്പനയുള്ള കടകളുള്ള, ഏറ്റവും സക്സസ്ഫുൾ ബിസിനസ് ആൾക്കാരെല്ലാം തന്നെ വിഷം വിൽക്കുന്ന ആൾക്കാരാണ് അവിടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു 15-20 വർഷം മുമ്പ് എൻ്റെ പേരൻസ് ഇങ്ങനെ കാറ്റടിച്ച് പോയ സ്ഥലങ്ങൾ, ഇപ്പം അവർ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ക്രോപ്പാണോ അവർക്കുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന അതനുസരിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് തേയിലയിലോട്ട് വന്നത്. കാടമം ഹിൽസിനകത്ത് തേയില കൃഷി ചെയ്യുന്ന, ഞങ്ങൾക്ക് ഭ്രാന്ത എന്ന് പറയുന്ന ഒത്തിരി പേരുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ചും കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത്
ഒന്ന് നഷ്ടമാണെന്ന് നമുക്ക് പറയാം. അപ്പം ബാക്കി കുറച്ചൊന്ന് നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഒരു സംരംഭമാക്കി മാറ്റാമെന്നുള്ളതാണ് എൻ്റെ പേരൻസ് ചെയ്തത്. അതൊരു 2017 അവർ ചെയ്തത്. ഇപ്പോൾ 2018 വരെ ഞാൻ മുംബൈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പം ഇപ്പോൾ പവിത്ര പറഞ്ഞ പോലെ എല്ലാ പേരൻസിനെയും കാണും പിള്ളേർ എന്തെങ്കിലും ഒരു നല്ല ജോലിയിലെത്തണം അങ്ങനെയൊക്കെ. എൻ്റെ പേരൻസിന് തിരിച്ചായിരുന്നു. ഞാനും എൻ്റെ 2 അനിയത്തിമാരും ഉണ്ട്. ഞങ്ങൾ തിരിച്ച് വന്ന് കൃഷി ചെയ്യുക എന്നുള്ളതായിരിക്കും അവർക്ക് ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം. തിരിച്ചു വന്നു, ഇത്രയും പേര് അവിടെ വന്ന് തിരിച്ച് ഇടുക്കി വന്ന് സിറ്റികളിലൊക്കെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന് നിന്ന് പിന്നെ അപ്പോൾ അത് കഴിഞ്ഞപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, പുറത്ത് ഇറങ്ങി ജോലി ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ്. അപ്പം ആ സ്കിൽസിനെ ഞങ്ങൾ ഇവിടെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയത്. ഒന്ന് ബേസിക് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിനെ ഹെൽപ്പ് ചെയ്ത് അവരുടെ എൻ്റർപ്രൈസ് നന്നാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 2018 തൊട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഭാവേഷ് ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആളെ കാണാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ ഒരുമിച്ച് റൂറൽ മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ചെയ്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. കൃഷി ചെയ്ത് ആ ഒരു സാധനത്തിനൊരു പ്രൊഡക്റ്റാക്കി പുറത്തിറക്കി വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ പല കാര്യങ്ങളുമുണ്ട്, പല പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സിനെ എല്ലാം പ്രത്യേകിച്ച് ജൈവരീതി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വിലയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി കൂടിയ വിലയ്ക്കല്ല, അറ്റ്ലീസ്റ്റ് നമുക്കിപ്പം വാങ്ങുമ്പോൾ നമുക്കറിയാം ഒരു വില. അപ്പോൾ ആ വിലയ്ക്കുടെ ഒരു നല്ല ഭാഗമെങ്കിലും കൃഷിക്കാരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ഒരു സംരംഭമാണ് ഗ്രാമ്യ എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ലായിരുന്നു. നമ്മൾ തുടങ്ങിയപ്പോൾ ഒരിക്കലും ആ ഒരു പ്രോഡക്റ്റ് നന്നാക്കി അതിനെ പുറത്തിറക്കി അതിനകത്തുനിന്ന് കൂടുതൽ ഇൻകം ഫാമേഴ്സിന് ഉണ്ടാക്കുക എന്നുള്ളതല്ലായിരുന്നു, ഒരു ഓൾട്ടർനേറ്റ് ഇൻകം. ഞങ്ങൾ ടൂറിസം ചെയ്താൽ ഇടുക്കിയിൽ ടൂറിസത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഇൻകമായിട്ട് റൂറൽ ടൂറിസം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആൾക്കാരുടെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന തൊഴിലിനെ അവർക്കിഷ്ടമുള്ള കാര്യമാണ് കൃഷി. ഇപ്പോഴും കൃഷിയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ. അപ്പം അങ്ങനെ ഒരു കൃഷിയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് അതിനകത്തുനിന്ന് തന്നെ എങ്ങനെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗ്രാമ്യ വഴി. ഇപ്പം ഇടുക്കിയിലെ വനത്തിനകത്ത് ഇപ്പോഴും കുടിയേറിയ സ്ഥലങ്ങളല്ല, കുടിയിരുത്തിയ ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമങ്ങളിലാണ് ഇപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ കൃഷിയും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെൻ്റെ അനിയത്തിമാർ 2 പേരും എൻ്റെ കൂടെയുണ്ട്. ഇപ്പം ഞാനും ഭാവേഷും കൂടുതലും നോക്കുന്നത് ഗ്രാമ്യ എന്ന് പറഞ്ഞൊരു സംരംഭമാണ്. അതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 100 കുറച്ചുകൂടെ കൂടുതൽ ഫാമേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പം അവരുടെ ശരിക്കും ഇത് ചെയ്യാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത്, ഒന്ന് വീട്ടിൽ നിന്ന് വലിയ പ്രഷറൊന്നുമില്ല, ഇത് ആൾക്കാർക്ക് പേരൻസിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇപ്പം ഈ മക്കുവള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞങ്ങളവിടെ അവരുടെ കോഫിയും കൊക്കോയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കാപ്പിക്കുരു ഉണങ്ങാനും അതിന് കുറച്ചുകൂടെ വില കിട്ടണമെങ്കിൽ പാർച്ച്മെൻറ്റ് കോഫി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ചെറിയ യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഗ്രാമ്യേനെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുറേ നാൾ. ഇപ്പം ഞങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്. ശരിക്കും നമ്മളൊരു മിഷൻ ഉണ്ടാക്കുകയോ ഒരു ടെക്നോളജി ഉണ്ടാക്കാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറയുന്നു പലപ്പോഴും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാറില്ല ഒരു സ്റ്റാർട്ടപ്പായിട്ട്. പക്ഷേ അത് ഞങ്ങൾക്കിപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിലുള്ള ഇൻക്യുബേഷൻ സെൻറ്റേഴ്സും കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടുതൽ വാല്യൂ അഡീഷൻ്റെ കാര്യങ്ങളിലോട്ട് ചിന്തിക്കാൻ പറ്റുന്നതും. ഇപ്പം ഞങ്ങളുടെ കഥ എന്ന് പറയുന്നത് പല ആൾക്കാരുടെ കഥയാണ് ശരിക്കും ഗ്രാമീണ കഥ എന്ന് പറയുന്നത്. പക്ഷേ അത് ഇപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ പേരൻസ് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓഫ് കോഴ്സ് അതുണ്ട്. പക്ഷേ അതേ കാര്യം തന്നെ ബാക്കി ക്രോപ്സിലും നമുക്കത് അത് റിപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഈ ജൈവ കൃഷി ചെയ്യുന്ന ഫാമേഴ്സിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്, ഒരു ഓൺട്രപ്രണർഷിപ്പിലൂടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. വേദിയിലും സദസ്സിലുമുള്ള ഗുരുതുല്യരായ കർഷക സഹോദരങ്ങൾ, നമസ്കാരം. ഞാൻ 12 വർഷമായി സീറോ ബഡ്ജറ്റ് കൃഷിരീതി അവലംബിച്ച് മുന്നോട്ട് പോകുന്നൊരു
കൃഷിക്കാരനാണ്. അതിൻ്റെ ഈ 12 വർഷത്തെ ഒരു ബാക്കി പത്രം, അതായത് ഒരു ബാലൻസ് ഷീറ്റാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അത് കൃഷിയെന്ന് പറയുമ്പോൾ 98% പ്രാക്ടിക്കലാണ്. 2% മാത്രമാണ് അതിന് തിയറി ഉള്ളത്. അത് നിശ്ചിതമായ ഒരു തിയറി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കാലദേശ പരിതസ്ഥിതി പോലെ തന്നെ അതിനനുസൃതമായി മണ്ണിന് ഓരോ വ്യത്യസ്തതകൾ ഓരോ സ്ഥലത്തുണ്ടായിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് അത് കൃഷി യോഗ്യമാക്കുക എന്നുള്ളത് കർഷകൻ്റെ മെക്കാനിസമാണ്. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഈ സീറോ ബഡ്ജറ്റ് കൃഷി രീതിയിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ആരാധ്യനായ ഇല്യാസ്, ജയപ്രകാശ്, പിന്നെ നമ്മുടെ ഈ വേദിയിലില്ലാത്ത ഇതിൻ്റെ ഒരു നിശബ്ദ വിപ്ലവം നടത്തുന്ന ഒരു റവന്യൂ ഉദ്യോഗസ്ഥനുണ്ട്, ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു തഹസിൽദാർ. ഇവരെ ആണ് ഇതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഈ സീറോ ബഡ്ജറ്റ് കൃഷിരീതി പരിചയപ്പെടാൻ ഇടയാക്കിയത്. അതിനു മുൻപ് ഞാൻ പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥയെ അനുസരിച്ച് അനുവർത്തിച്ച് വരുന്ന പാരമ്പര്യ കൃഷി ചെയ്തു വരുന്ന ഒരു കൃഷിക്കാരനായിരുന്നു. ഈ കൃഷിരീതി ഒരു പശുവിനെ ഉപയോഗിച്ച് 25 ഏക്കറിൽ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമായി എന്നോട് സംസാരിക്കുന്നത് മിസ്റ്റർ പ്രസിലാണ്. പക്ഷെ ഞാനത് അന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു പശുവിനെ ഉപയോഗിച്ച് 30 ഏക്കറിൽ കൃഷി ചെയ്യാൻ പറ്റും, മറ്റ് ചിലവുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അതിന് എനിക്ക് ആ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ തീർന്ന് വന്നൊരു വേദി സുഭാഷ് പാലേക്കർജി കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു ശില്പശാലയിൽ 3 ദിവസം പങ്കെടുത്തപ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഒരു നാടൻ പശുവിനെ വാങ്ങിച്ചു. അത് പ്രാക്ടിക്കലായിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ ഈ കൃഷീൻ്റെ ഒരു അവിഭാജ്യ ഘടകം പശുവാണ്. അങ്ങനെ വന്നപ്പോൾ ഈ നാടൻ പശു എന്നുള്ള ഘടകം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പോഴേ അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പല സംഘടനകളും ഇവിടെ ഇപ്പോൾ സന്നിഹിതനായിട്ടുള്ള ജയപ്രകാശിനെ പോലെയുള്ള ആളുകളൊക്കെ മുൻകൈയെടുത്ത് അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവഴിച്ച് ഉള്ളിനെയൊക്കെ വളർത്തി വളരെ ബുദ്ധിമുട്ടി അതിനെയൊക്കെ അങ്ങനെ ഒരു പശു ട്രസ്റ്റ് അവരുണ്ടാക്കി. ഞാനതിൻ്റെ ഒരു എളിയ ഒരു പ്രവർത്തകനായിരുന്നു. അങ്ങനെ പശുവിനെ സംരക്ഷിക്കുക, അങ്ങനെ പശു കുറേ അധികം വർദ്ധിച്ച് വന്നൊരു സ്ഥിതി ഇപ്പോഴുണ്ട് ഞങ്ങളെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ട്. ആ നിലക്ക് ഈ കൃഷി മുന്നോട്ട് പോകുമ്പോൾ കൃഷിക്കാരുമായിട്ട് സമ്പർക്കപ്പെടാൻ തുടങ്ങി. കുറേ ഗ്രൂപ്പുകൾ 2-3 ജില്ലകളിലായിട്ട് കർഷകരുടെ കൂട്ടായ്മകൾ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും നടന്നു വരുന്നുണ്ട്. അതിന് പുറമേ എന്താ വെച്ചാൽ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു തരിശ് കൃഷിക്കാർ, ഒരു 10-40 കൃഷിക്കാരെ ഏകോപിപ്പിച്ച് ഒരു തരിശ് സ്വാശ്രയ സംഘം രൂപീകരിച്ച് അതിപ്പോഴും തുടർന്ന് വരുന്ന ഒരു കൃഷിരീതിയാണ്. അതിനോടനുബന്ധമായി ഈ വിദ്യാലയങ്ങളിൽ ഞാൻ പഠിച്ചൊരു വിദ്യാലയമുണ്ട്. അവിടെ ഒരു കാർഷിക ഗ്രൂപ്പ് ഉണ്ടാക്കി. അവിടെ അത് കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കുകയും നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ച് PTA ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഒരു 2-3 തരത്തിലുള്ള അവാർഡുകളൊക്കെ സ്കൂൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് പുറമേ ഈ കൃഷിരീതി, ഈ സീറോ ബഡ്ജറ്റ് കൃഷിക്കുള്ളൊരു പ്രത്യേകത, ഞാൻ ഈ കൃഷി തുടങ്ങുമ്പോൾ എൻ്റെ മണ്ണിൻ്റെ pH 5.3 ഇപ്പോഴും എൻ്റെ മണ്ണിൻ്റെ pH 7. അതിന് കാരണം എന്താ വെച്ചാൽ ഖരജീവാമൃതവും ജീവാമൃതവും ഒക്കെ ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ജൈവാവസ്ഥ പുനർസൃഷ്ടിക്കപ്പെടുകയും ആ സൃഷ്ടിക്കപ്പെടുന്നതിന് pH മാറുന്നതിനുള്ള പ്രധാന കാരണം
ഞാൻ വിശ്വസിക്കുന്നത് ഈ മണ്ണിരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഈ മണ്ണിര വിസർജിച്ച് ഈ വികലമായി പോകുന്ന മണ്ണ് ഭക്ഷിച്ച് അത് ശുദ്ധീകരിച്ച് അതിൻ്റെ വിസർജ്യമാണ് ശുദ്ധീകരിക്കപ്പെട്ട മണ്ണായി രൂപാന്തരപ്പെടുന്നത്. ആ മണ്ണിൻ്റെ ഒരു ക്രോഡീകരണം അതിങ്ങനെ വരുമ്പോൾ മണ്ണിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആ രൂപത്തിലാണ് ഈ PH ഈ 12 വർഷം കൊണ്ട് ഞാൻ ചെയ്ത കൃഷി സ്ഥലങ്ങളിലൊക്കെ ഈ വർദ്ധിക്കാനായിട്ടുണ്ടായ കാരണം. അതുകൊണ്ട് എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ PH 7 അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ PH ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിൽ ഈ കാലഘട്ടത്തിലിടയ്ക്ക് അങ്ങനെയുള്ള ഈ അസുഖങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ പറയുന്നൊരവസ്ഥ വന്നു. അതിന് പുറമെ ഈ കൂട്ടായ്മകൾ ബന്ധപ്പെടുന്ന കർഷകർ അവരും ഈ കൃഷി ഉണ്ടാക്കാൻ തുടങ്ങി. ഈ കൃഷി രീതിയിൽ പശുവിനെ വളർത്താൻ തുടങ്ങി. അങ്ങനെ എല്ലാ തരത്തിലും വിദ്യാലയങ്ങൾ ഏകദേശം ഒരു 8ഓളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഉള്ള കർഷക ക്ലബ്ബുകളിൽ ഞാൻ ഇടപെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ആ വിദ്യാലയങ്ങൾക്ക് 2-3 തരത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കടലോര കൃഷി ഞാൻ ഇപ്പോൾ സമയം ചുരുങ്ങിയത് കൊണ്ട് വളരെ ചുരുക്കി സംസാരിക്കുകയാണ്. ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയേണ്ട വിഷയമല്ല. ഓരോ കൃഷിയോ അതിനെ അനുബന്ധിച്ചുള്ള വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. സമയം പരിമിതമായതുകൊണ്ടാണ് ബ്രീഫായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഈ PH മൂല്യം ഇങ്ങനെ മാറി വന്നപ്പോൾ കടലോരത്ത് ഈ കക്കേൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഈ PH മൂല്യം ഉയരുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടലോരത്തുള്ള ഒരു 2 ഏക്കർ സ്ഥലത്ത് രക്തശാലി എന്ന നെല്ല് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത്. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഈ ആ സമയത്ത് പല ആളുകളും ഈ കടൽ ഓരോ പ്രദേശത്ത് ഉപ്പിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് നെല്ല് നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മഴക്കാലത്തായതുകൊണ്ട് നെല്ലിന് യാതൊരു തകരാറില്ല. അത് അഭൂതപൂർവമായിട്ടുള്ള വിളവാണ് അവിടെ ലഭിച്ചത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് കൊയ്ത്തുത്സവത്തിന് പങ്കെടുത്തത് ഇവിടെ ഈ വേദിയിലിരിക്കുന്ന റിട്ടയേർഡ് രജിസ്ട്രാറായ ജയപ്രകാശും ഇതേ വേദിയിൽ തന്നെ ഇരിക്കുന്ന ആ സ്കൂളിലെ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി ആണ് ആ കൊയ്ത്തുത്സവം നടത്തിയത്. അതിൻ്റെ ഹെഡ്മാസ്റ്റർ ഇവിടെ ഈ വേദിയിലിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ആ ഒരു കൃഷി ചെയ്തത് കൊണ്ട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതുകൊണ്ട് ഈ ജയപ്രകാശ് വളരെ മുമ്പേ തന്നെ ഇതിലുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ ബാബു മാഷ് ഈ കൃഷിയോട് അനുബന്ധിച്ചാണ് ഈ ജൈവ സംരംഭമായിട്ട് ഇടപഴകുന്ന ഒരാൾ. അങ്ങനെ ഓരോ മേഖലകളിലും നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ആളുകളെയൊക്കെ നമുക്ക് ക്രോഡീകരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ ലാഭം പല ആളും ഉന്നയിക്കുന്നൊരു വിഷയമുണ്ട്, ജൈവ കൃഷി നഷ്ടമായിരിക്കും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ PH മൂല്യം 7 നിൽക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പുതുതായി കൃഷി ഇറക്കി. ഒരു 50 വാഴയാണ്, ആറ്റുനേന്ത്രൻ 50 നേന്ത്രവാഴ വെച്ചു. ആ വാഴയിൻ്റെ ഇടയ്ക്ക് വെള്ളേരി കൃഷിയാണ് ചെയ്തത്. 85 ദിവസം കൊണ്ട് വെള്ളേരി വിളവെടുത്തു. 1000-ലധികം കായ വെള്ളേരി എനിക്ക് കിട്ടി. ഈ വെള്ളേരിക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്ന വളം ജീവാമൃതവും ഖരജീവാമൃതവുമായിരുന്നു. ഈ കാലയളവിലൊന്നും ഈ വാഴയ്ക്ക് ഞാൻ വളം ചെയ്തിരുന്നില്ല. പക്ഷേ വെള്ളേരി ഈ വിളവെടുത്ത് കഴിയാറാകുമ്പോഴേക്കും വാഴ ഒരു 4-1 ഭാഗം വളർച്ചയിലേക്ക് വന്നു. ഈ ആറ്റുനേന്ത്രൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം ഒരു 15 കിലോ മുതൽ ഒരു 35 കിലോ വരെ തൂക്കം കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു 1500 രൂപ മുതൽ 2500, 3000 രൂപ വരെ കിട്ടും. എല്ലാറ്റിനും വലിയ മാക്സിമം 35 കിലോ കിട്ടില്ല, കുറച്ച് ഒരു 20% ആ വിലക്ക് കിട്ടുന്ന വിളവുകൾ കിട്ടും. അതുകൊണ്ട് അതിൽ നിനക്ക് കിട്ടിയ പിന്നെ ഏകദേശം 1,50,000 രൂപയോളം എനിക്ക് വാഴക്ക് വരുമാനം കിട്ടിയിരുന്നു. പിന്നെ വെള്ളേരി 1500 കായ എന്ന് പറയുമ്പോൾ ഒരു 400-500 ഗ്രാം തൂക്കമുള്ള കായായിരിക്കും. അതിൽ പകുതിയോളം ആളുകൾക്ക് വിതരണം വെറുതെ കൊടുത്തതാണ്. അതിൽ തന്നെ ഇത് പറയാൻ കാരണം 1,00,000 രൂപ എനിക്ക് വാഴയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഈ വെള്ളേരി കൃഷി എഡീഷണലായിട്ട് അതിൻ്റെ വിളവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ഈ
ഈ സീറോ ബഡ്ജറ്റ് കൃഷി രീതി ഒരു നഷ്ടമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കൃഷിയായിട്ട് തന്നെ അതിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. പിന്നെ മറ്റൊരു കാര്യം, പിന്നെ ഇതിൻ്റെ വ്യായാമമാണ്. ഒരു കൃഷിക്കാരൻ്റെ ലാഭം എന്ന് പറയുന്നത് മുതൽ മുടക്ക് പ്ലസ് വ്യായാമമാണ്. വ്യായാമം ദ്രവ്യമാനത്തിലല്ല. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് 79 വയസ്സായി. ഞാനിവിടെ ഇത്രയും ദൂരം സഞ്ചരിച്ച് എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. സഞ്ചരിച്ച് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പാകെ എൻ്റെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിലിടയ്ക്ക് എൻ്റെ കൂടെ പഠിച്ച ആളുകൾ തന്നെ ഒരു 30% ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരു 30% ആളുകൾ വടികുത്തി നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് ഇത് എന്താ വെച്ചാൽ ഞാനൊരു അമാനുഷനായതുകൊണ്ടല്ല, ഞാൻ ഈ കൃഷിയിൽ അധ്വാനിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വ്യായാമമാണ്, എൻ്റെ ആരോഗ്യമാണ്. നിങ്ങൾ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് സാധാരണക്കാരന് അതിൻ്റെ രൂപം എന്താണ് എന്നുള്ളതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരുന്നു. അതായത് പ്രധാനമായിട്ട് ജീവാമൃതം, ഖരജീവാമൃതം, ബീജാമൃതം, ഇതാണ് ഇതിലെ 3 വസ്തുക്കൾ. ബീജാമൃതം എന്നത് വിത്തിൻ്റെ ബീജാങ്കുരണ ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അത് ചാണകം, ഗോമൂത്രം, ചുണ്ണാമ്പ്, വെള്ളം, അതിൻ്റെ അളവുകളുണ്ട്. അത് പിന്നെ വിത്ത് നിശ്ചിത സമയം മുക്കി വെച്ച് അതിന് ശേഷം പിന്നെ മുളപ്പിക്കാനിടുമ്പോൾ അതീവ ശക്തമായിട്ട് അതിൻ്റെ ബീജാങ്കുരണ ശക്തി വർദ്ധിച്ച് പിന്നെ പൊടിപ്പിന് അതിശക്തമായ കരുത്തോടു കൂടിയേ വളർന്നത്. പിന്നെ മറ്റൊന്ന് ജീവാമൃതമാണ്. ജീവാമൃതം ഗോമൂത്രം, ചാണകം, അതായത് കെമിക്കലൈസ് ചെയ്യാത്ത, അതായത് ഫീഡ് കൊടുക്കാത്ത പശുവിൻ്റെ, നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, പയറിൻ്റെ പൊടി, പിന്നെ കെമിക്കലൈസ് ചെയ്യാത്ത വെള്ളം, കുറച്ച് ജൈവ മണ്ണ്, നിശ്ചിത അളവിലുള്ള വെള്ളം, ഇത് ഓരോന്നിനും അളവുകളുണ്ട്. അത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതിപ്പോൾ 200 ലിറ്റർ ജീവാമൃതം ഉണ്ടാക്കുമ്പോൾ ഒരു 200 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബാരൽ, അത് മെറ്റലിൻ്റെത് ഉപയോഗിക്കാൻ പാടില്ല, ലോഹത്തിൻ്റെത് ഉപയോഗിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക്കോ സിമൻറ്റോ കൊണ്ടുണ്ടാക്കിയതായിരിക്കണം. അതിലൊരു 175 ലിറ്റർ വെള്ളം, ഒരു 10 ലിറ്റർ ഗോമൂത്രം, അത് അതിൽ ഫിൽറ്റർ ചെയ്തിട്ട് ഒഴിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൊതുക് മുട്ടയിട്ടിട്ടുണ്ടാവും. അതിൻ്റെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ജീവാണുക്കളെ തിന്ന് ഭക്ഷിച്ചിടും. പിന്നെ മറ്റൊന്ന്, അതിൽ ചേർക്കുന്ന 10 കിലോ ചാണകം, പച്ചച്ചാണകമായിരിക്കണം, അതിൽ വിലയിപ്പിക്കുക. 2 കിലോ പയറുപൊടിയും ശരിക്ക് അതിൻ്റെ പരിപൂർണ ഗുണം കിട്ടണമെങ്കിൽ കെമിക്കലൈസ് ചെയ്യാത്ത, അതായത് ജൈവ ഉൽപ്പന്നമാണെങ്കിൽ ഏറ്റവും നല്ലത്. മറ്റതൊക്കെ രാസവളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പയറുകളുണ്ടാവും. വെല്ലവും പിന്നെ സിമൻറ്റും ഇതിൻ്റെ യൂറിയാണ് വെല്ലത്തിൽ ചേർക്കുന്നത്, വെല്ലത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വയറ് കട്ടിയായി പോകുന്നത്. അത് ചേർക്കാത്ത ഔഷധ വെല്ലം, പണ്ടൊക്കെ വാഷൊക്കെ ഉണ്ടാക്കാൻ, മദ്യമൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വെല്ലമുണ്ട്, അതാണ് യഥാർത്ഥ നല്ല വെല്ലം. പക്ഷേ ഇതിന് ചില നിരീക്ഷണങ്ങൾ, ഞാനിതിൽ ഉപയോഗിക്കുന്നത് ചക്കയുടെ സീസണിൽ ഞാൻ ഉപയോഗിക്കുന്നത് ചക്കക്കുരുവാണ്. ഇരട്ടപ്പരിപ്പുള്ള പയറിന് പകരം ചക്കക്കുരുവാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചക്കേൻ്റെ പൾപ്പാണ് ഈ വെല്ലത്തിന് പകരം ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന് രണ്ടിനും പിന്നെ ഒന്നും കൂടി സീറോ ആക്കാൻ കഴിയും. എന്താ വെച്ചാൽ അതിന് പിന്നെ വില കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് വെള്ളത്തിന് പകരമായിട്ട് തേങ്ങേൻ്റെ വെള്ളം ഉപയോഗിക്കാം. ഒരു 5 ലിറ്റർ തേങ്ങാ വെള്ളം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ ഗോമൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും വില മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ സുഭാഷ് പാലേക്കർ പറഞ്ഞതിലും ഒന്നും കൂടി നമുക്ക് സീറോയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയാണ്. പക്ഷേ ഇതിന് 5 ദിവസത്തെ ലൈഫ് ദ്രവാവസ്ഥയിൽ ഈ ചാണകത്തിൽ, ഒരു നാടൻ പശുവിൻ്റെ 1 ഗ്രാം ചാണകത്തിൽ 500 കോടി ജീവാണുക്കളുണ്ടാവും. ഈ 500 കോടി ജീവാണുക്കൾ ഓരോ 20 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ 48 മണിക്കൂർ കൊണ്ടാണ് ഈ ജീവാമൃതം
നമ്മളിതിൽ വിലയിപ്പിച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നത്. അത് എണ്ണിയാലും എഴുതാനും കഴിയാത്ത തരത്തിൽ അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ടുണ്ട്. അതിന് പക്ഷേ 5 ദിവസം മാത്രമേ ഈ ദ്രവാവസ്ഥയിൽ ഇതിൻ്റെ ജീവാണുക്കൾക്ക് ലൈഫ് ഉണ്ടാവും. അത് പിന്നെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അത് വരുമ്പോൾ അതിനൊരു ദുർഗന്ധം അനുഭവപ്പെടും. പിന്നെ എൻ്റെ ഈ കൃഷീൻ്റെ വിജയത്തിനൊരു കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൽ 1% പോലും പിന്നെ അതിൻ്റെ മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കാറില്ല. കാരണം ഞാൻ സോൾട്ട് വരെ കൊടുക്കാതെ വളർത്തുന്ന 16ഓളം പശുക്കൾ എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ ഗോമൂത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചാണകത്തിൻ്റെയും ഘടന അധികമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ മാക്സിമം റിസൾട്ട്. എൻ്റെ ഈ 12 വർഷം കൊണ്ട് എൻ്റെ ഈ മണ്ണ് ഇത്രയും pH 7 വരാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരോഗ്യം കൂടി ഈ അസുഖമില്ലാത്ത അവസ്ഥക്കുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ബോഡി pH 7 മാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊന്നൊരു മഹാത്ഭുതമല്ല. ഈ കൂടിയിരിക്കുന്ന ആളുകൾക്ക്, ഇത് പകർന്നു കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഈ സ്ഥിതിയിലേക്ക് വരാൻ കഴിയും. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ നമ്മളീ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സാത്വിക ഭക്ഷണമാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ക്ഷമാശീലരായിരിക്കും. ഇതൊക്കെ ഒരു 10-18 കൊല്ലം കൊണ്ട് ഞാൻ എന്നെ വിലയിരുത്തിയിട്ടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ ഇത് അവതരിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇത് ദ്രവാവസ്ഥയിൽ 5 ദിവസം മാത്രം ലൈഫുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ ഖരാവസ്ഥയിൽ ഇതേ പശുവിൻ്റെ ഉണക്ക് ചാണകത്തിൽ ഇത് ജീവാമൃതം തളിച്ചിട്ട് 21 ദിവസം 30 ഡിഗ്രിക്ക് കീഴേ ടെമ്പറേച്ചറിലുള്ള തണലിലത്ത് ഉണക്കി സൂക്ഷിച്ചാൽ 1 വർഷം ഈ ജീവാണുക്കൾ ഇതിൽ സൂക്ഷിക്കാൻ കഴിയും. അതിന് ഈ സൂക്ഷിച്ച സ്ഥലത്തുനിന്ന് ഈ മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. പക്ഷേ ഇത് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ടോ മറ്റു തരത്തിലൊന്നും കാണിക്കാൻ പറ്റില്ല. ഇത് വിശ്വാസമാണ്, കർമ്മമാണ്, കൃത്യതയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ ജീവാമൃതം ഉപയോഗിക്കുന്നത് എത്ര ഇൻ്റർവെല്ലിലാണ്? ഒരു വാഴയ്ക്ക് എത്ര ദിവസം കൂടുമ്പോഴാണ് അങ്ങ് ജീവാമൃതം ഉപയോഗിക്കുന്നത്? അത് ഫെർട്ടിഗേഷൻ രീതിയിലാണോ, അത് കൈകൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണോ? അത് കൂടാണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ടോ? അത് കൂടാണ്ട് വിത്തിന് അടിവളമായിട്ട് ഖരജീവാമൃതം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പിന്നെ വിത്തിന് എങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത്? അങ്ങനെ 1-2 സംശയങ്ങൾ. ഏറ്റവും കൂടുതൽ ഇത് എത്ര ഇൻ്റർവെല്ലിലാണ് ഉപയോഗിക്കുന്നത്, ഈ ഫെർട്ടിഗേഷൻ രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സംശയം. അതായത് ജീവാമൃതം നമ്മൾ ഇതിൽ ചേർത്ത വസ്തുക്കളൊക്കെ ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ധരിക്കും ഇത് വളരെ ശക്തി കുറഞ്ഞതാണ്. പക്ഷേ ഇത് ഡൈല്യൂട്ട് ചെയ്യാതെ കണ്ട് പച്ചക്കറികൾ പോലെയുള്ള വസ്തുക്കൾക്ക് ഉപയോഗിക്കുമ്പോൾ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ചുവപ്പ് നിറത്തിൽ ഇതിൻ്റെ രൂക്ഷത കൊണ്ട് ചെടികൾ നശിച്ചു പോകും. അതുകൊണ്ട് പച്ചക്കറി പോലെയുള്ള ചെടികൾ ഇതിൽ കൃഷികൾക്ക് ഉപയോഗിക്കുമ്പോൾ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ ഈ ബീജാമൃതം, അത് ഈ ബീജാങ്കരണ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വസ്തുവാണ്. അത് അതിനൊരു ചെറിയ അളവിൽ ഇപ്പോൾ പയർ പോലെയുള്ള പച്ചക്കറികൾ പോലെയുള്ള വിത്തുകൾക്ക് കുറച്ചും കൂടി അതിൻ്റെ ശക്തി കുറഞ്ഞ് ഇതെല്ലാം ഉപയോഗിച്ചാൽ പ്രശ്നമില്ല. വാഴയ്ക്ക് സാധാരണ ഈ ഖരജീവാമൃതം അതിന് വിരട്ട് ഇട്ടതിന് ശേഷം അതിലാണ് ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഖരജീവാമൃതത്തിന് കൂടുതൽ പവറുള്ളത് കൊണ്ട് ജീവാമൃതം ഒരു 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഖരജീവാമൃതത്തിന് കുറേ പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ആ ഖരജീവാമൃതത്തിലേക്ക് പിന്നെ ഖരജീവാമൃതം പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഒറ്റ പ്രാവശ്യം കുറച്ച് സമ്പുഷ്ടമായി ഉപയോഗിച്ച് പിന്നെ ജീവാമൃതം ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ പച്ചക്കറിക്ക് ഫിഷാമിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫിഷാമിനയുടെ ലൈഫ് എത്ര സമയമാണ്? അതേപോലെ തന്നെ ജീവാമൃതത്തിൻ്റെ ലൈഫ് എത്ര സമയമാണ്? ജീവാമൃതത്തിൻ്റെ ലൈഫ് ശരിക്കും അതിൻ്റെ 5 ദിവസം മാത്രമേ അതിൻ്റെ ജീവാണുക്കൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുള്ളൂ. 6ാമത്തെ ദിവസം മുതൽ അതിൻ്റെ ജീവാണുക്കൾ ഇങ്ങനെ നശിക്കാൻ തുടങ്ങും. ഒരു 7-8 ദിവസമാകുമ്പോഴേക്ക് അതിൻ്റെ ദുർഗന്ധം വരാൻ തുടങ്ങും. ഈ നല്ല ഒരു സുഗന്ധമായിരിക്കും 5 ദിവസം വരെ ജീവാമൃതത്തിന്. 6 ദിവസത്തിന് ശേഷം ഇതിൻ്റെ ദുർഗന്ധത്തിൻ്റെ അളവിങ്ങനെ കൂടിക്കൂടി പിന്നെ നമ്മൾക്ക് ഒരു ഗോമൂത്രം കലക്കിയ പോലെ ഉണ്ടാവും. അതിൽ ജീവാണുക്കളെ അളവുണ്ടാവില്ല. അതിനാണ് നമ്മൾ ഖരജീവാമൃതത്തിലേക്ക് ഇത് ഉണക്ക ചാണകപ്പൊടിയിലേക്ക് മാറ്റി ഖരജീവാമൃതാക്കി മാറ്റി സൂക്ഷിക്കുന്നു. ഫിഷാമിനയുടെ കാര്യം ഫിഷമിന് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ
എൻ്റെ ഈ കൃഷിസ്ഥലത്ത് മറ്റൊരു വളങ്ങളും ഞാൻ പഞ്ചഗവ്യമല്ലാതെ മറ്റൊരു വളവും ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ മണ്ണിൻ്റെ pH 7 നിൽക്കുവാണ്. എസിഡിറ്റി വല്ല രൂപത്തിലും വർദ്ധിച്ചാൽ എൻ്റെ കൗണ്ട് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഫിഷമിനോനെ പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഈ pH 7 ആഴി മണ്ണ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും സൂത്രത്തിൽ അത് അങ്ങനെ അറിയാൻ കഴിയുമോ, അതോ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ pH 7 ആണെന്ന് എങ്ങനെയാണെന്ന് കണ്ടു എന്നുള്ളത്, അതല്ലാതെ നമുക്ക് അറിയാൻ കഴിയുമോ നമ്മുടെ മണ്ണ് ലെവലിലാവാൻ? മനസ്സിലായിട്ടോ? ഞാൻ മത്സ്യം വളർത്തിയിരുന്നു, പരമ്പരാഗത മത്സ്യത്തിനെ വളർത്തിയിരുന്നു. അതിൽ ചില മത്സ്യങ്ങൾ പിന്നെ ഓക്സിജൻ്റെ ഇത് വ്യത്യാസം വരുമ്പം ചത്തുപോയിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റിലാണ് എൻ്റെ pH മനസ്സിലാകുന്നത്. മറ്റേ ഞാൻ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ മാർഗത്തിൽ കൂടിയല്ലാതെ ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഈ pH 7 വരുമ്പോൾ നമ്മളെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. പക്ഷേ എനിക്കിത് ശരിക്ക് പറയാൻ കഴിഞ്ഞത് ഈ pH ഈ മത്സ്യത്തിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ 7 ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ pH അതാണ്, പിന്നെ മണ്ണിൻ്റെ pH അതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബോഡി pH മാറി. അതിന് ശേഷമാണ് യാതൊരു തരത്തിലുള്ള അസുഖവും ബാധിക്കാത്തൊരു സ്ഥിതി ഉണ്ടായി. അതിന് വേറൊരു കാരണം കൂടി, എൻ്റെ രണ്ടാമത്തെ മകൻ മലപ്പുറത്ത് ഈ ഇതിൻ്റെ സ്കോഡേൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാൾ, സ്കോഡക്കാർ. അവൻ എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഭക്ഷണമല്ല, പുറത്തുനിന്നാണ് ഭക്ഷണം. അവനെപ്പോഴും ഇടയ്ക്കൊക്കെ രോഗം വരും. അങ്ങനെയാണ് പിന്നെ ഈ കമ്പാരിസൺ. ഞങ്ങൾക്ക് രോഗം വരുന്നില്ല, എൻ്റെ മൂത്ത മകന് രോഗം വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഭക്ഷണ രീതിൻ്റെ വ്യതിയാനമാണ് ഈ രോഗത്തിൻ്റെ പ്രതിരോധം കുറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു കാരണം. എനിക്കൊരു ചോദ്യം കൂടി ഉണ്ട്. ഈ തേയിലയ്ക്ക് ശരിക്കും നല്ല ചുവന്ന കളറാണ് നാച്ചുറൽ? പിന്നെ തേയിലയ്ക്ക് ചുമന്ന കളറാണ് ശരിക്കും ഉണ്ടാവുമെന്ന് ഇല്ലാസ് ചോദിച്ചത്. അപ്പം ശരിക്കും തേയിലയ്ക്ക് അങ്ങനെ ഒരു കളർ, നമ്മൾ ഈ ആപ്പിളൊക്കെ മുറിച്ച് വെച്ച് കഴിയുമ്പം ഓക്സിഡേഷൻ നടന്നൊരു കളർ വരുമല്ലോ, അതുപോലെ തന്നെ തേയില ഓക്സിഡൈസ് ആയി അങ്ങനെ ഒരു കളർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷനാണ് ആ ടേസ്റ്റ് വരുന്നത്. നമ്മൾ ശരിക്കും ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും ഒരേ ഇല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഓക്സിഡൈസ് ആവാത്ത ചായയും ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സ് മാത്രമാണ് അതിനകത്ത് വ്യത്യാസമുള്ളത്. പിന്നെ ഓക്സിഡൈസ് ആവുന്ന ചായയാണ് ബ്ലാക്ക് ടീ. അപ്പം ചുമന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഓപ്ഷനുണ്ട്. പാലാർ ടീ ഒരെണ്ണം വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെന്തൊരു കളറുണ്ട്, അതാണ് മാക്സിമം കളർ കിട്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഈ കട്ട് ചെയ്തിട്ടൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏലത്തേയിലയായിട്ടും ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഓക്സിഡേഷൻ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് കളറുണ്ടാവും. തേയിലയ്ക്ക് റെഡ് കളറുണ്ട്, പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഉള്ള റെഡ് കളർ എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു ലിമിറ്റ് ഉണ്ട് തേയിലയ്ക്ക് കളറിന്. നമ്മുടെ ആദ്യകാലത്തുള്ളതാണ് ലിപ്റ്റൺ ടീ. ലിപ്റ്റൺ ടീക്ക് റെഡ് ലേബൽ ആൻഡ് യെല്ലോ ലേബൽ എന്ന് പറഞ്ഞ 2 ടീ ഉണ്ട്. ഗ്രീൻ ടീ വേറെ അതല്ല. ഈ യെല്ലോ ലേബിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് യെല്ലിഷ് കളറാണ് വരുന്നത്, ലൈറ്റ് യെല്ലിഷ് കളർ വരുന്നത്. നമ്മുടെ ഫയറിൻ്റെ കളർ ഉണ്ടല്ലോ, ഫയറിൻ്റെ ഫ്ലെയിമിൻ്റെ കളറാണ് വരുന്നത്. അതേസമയം നമ്മൾ റെഡ് ലേബിൾ എടുത്തു കഴിഞ്ഞാൽ ഡാർക്ക് റെഡാണ് വരുന്നത്. അത് ഇന്ത്യൻ ടീ ആണെന്ന് പറയണത്, മറ്റേത് ശ്രീലങ്കൻ ടീ ആണെന്നാണ് പറയുന്നത് യെല്ലോ ടേബിൾ. അതെന്താ അതിൻ്റെ വ്യത്യാസം? കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഓക്സിഡേഷൻ്റെ ലെവൽ വ്യത്യാസം വരുന്നതനുസരിച്ച് കളർ വ്യത്യാസം വരും. പിന്നെ ഈ പറയുന്ന പേരുകളൊക്കെ ഇട്ട് വിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയല്ല. പേരുകൾ സാധാരണ ഇങ്ങനെ ഒരു ലേബിൾ ഇട്ട് വിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കും. തേയില പല രീതിയിലുണ്ടാക്കി. ഈ പറയുന്ന ഓക്സിഡേഷൻ്റെ ലെവൽ വ്യത്യാസം അനുസരിച്ച് കളർ വ്യത്യാസം വരും, അതുള്ള കാര്യം തന്നെ. അതിന് ശ്രീലങ്കൻ ടീ ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ അത് ഓരോ തേയിലയുടെ ചെടി അനുസരിച്ച് ടേസ്റ്റാണ് വ്യത്യാസം വരുന്നത്. ഇത് എല്ലാ വ്യത്യാസങ്ങളും വരും. നമുക്ക് ചൈനീസ് പ്ലാന്റ്സും ഉണ്ട്, അസാമിക്ക പ്ലാന്റ്സും ഉണ്ട്. ഇപ്പം എനിക്കറിയാവുന്നത് വെച്ചിട്ട് ശ്രീലങ്കയിലുള്ള പ്ലാന്റ്സും നമ്മുടെ പ്ലാന്റ്സും സിമിലർ സബ് സ്പീഷീസാണ്. നമ്മൾ അസാമിക്ക പ്ലാന്റ്സ് വലിയ വലിപ്പമുള്ള തേയിലയുടെ ഇലകൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം അതൊരു പ്രോസസ്സ് വ്യത്യാസം മാത്രം ആവാനാണ് ചാൻസ് കൂടുതലുള്ളൂ.